ഹായ് നാന. ഹായ് നാന സിനിമ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് മീ രഞ്ജിത്ത്. ഹായ് നാന പറഞ്ഞ നല്ല സിനിമ OTT-യിൽ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നല്ല ഫീലിംഗ് സിനിമ, അടിപൊളി സിനിമ പറഞ്ഞാൽ അടിപൊളി സിനിമ, ഒരു രക്ഷയില്ല കണ്ടിട്ട്. ഈച്ച സിനിമയ്ക്ക് ശേഷം നല്ലൊരു ഫീലിംഗ് ആയിട്ടുള്ള ഒരു പ്രണയവും മകളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫിലിം. നാനീനെ നല്ലൊരു ഫിലിം, നാച്ചുറൽ ആക്ടർ എന്ന് വിളിക്കുന്നത് നാനീനെ വെറുതെയുള്ള എല്ലാവരും കേട്ടോ. എല്ലാ കാസ്റ്റിങ്ങും സൂപ്പർ. എല്ലാവരും, നായിക ആയിക്കോട്ടെ, മകളായിക്കോട്ടെ, ജയറാം എല്ലാവരും സൂപ്പർ സിനിമ. ഇപ്പോൾ നമ്മൾ ജെയ്സിക്ക് ശേഷമൊക്കെ നല്ലൊരു ഫീലിംഗ് ഗുഡ് ഫിലിം, നല്ലൊരു ഫീലിംഗ് ഗുഡ് ഫിലിം. നാനിയുടെ എന്താ പറയുക, നമുക്ക് ഉള്ളിലേക്കുള്ള വേറൊരു തരത്തിലുള്ള പ്രണയം, സ്നേഹം എങ്ങനെയാണ് ഉണ്ടാവുക, സ്നേഹം നമ്മളെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാൽ അത് തിരിച്ച് കിട്ടുക ഒക്കെ ഭയങ്കര പാടാണ്. നമ്മളറിയാതെ പോലും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സ്നേഹം എന്തോ നമ്മുടെ ഫീലിംഗ്, അതൊരു വല്ലാത്തൊരു സംഭവം ഫീലിംഗ്. എന്താ ഇതിന് വാക്കുകളില്ല, അത്രയ്ക്കും നല്ലൊരു ഫിലിം. ഇപ്പോൾ ആർക്കും സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോഴും പൈങ്കിളിയാന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ സിനിമകളൊക്കെ കാണിക്കും പൈങ്കിളികളൊന്നുമല്ല, പക്ഷെ അതിൽ കഴമ്പുണ്ട്, കാമ്പുണ്ട്, വേറെ ഫീല്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെല്ലാവരും കാണണം. നല്ല ലവ് സ്റ്റോറി, സ്നേഹിക്കുന്നവർ പ്രത്യേകിച്ചും, സ്നേഹം നഷ്ടപ്പെട്ടവർ എന്തായാലും നിങ്ങൾ കാണണം. നമ്മൾ കണ്ട സ്നേഹത്തിനും കാണാത്ത സ്നേഹത്തിനും, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം, നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായ സ്നേഹം നമ്മൾ മറന്നുപോയതൊരാളെ അവസ്ഥ ആലോചിക്ക്, നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് അത് വേറെ. ഈ സിനിമേൻ്റെ ഒരു സാധനം പറയുന്നില്ല, പക്ഷേ സിനിമ നിങ്ങൾ ഒരിക്കലും എന്തായാലും നിങ്ങളിപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് സ്നേഹിച്ചു പോയിട്ടുണ്ടാവില്ലേ, കിട്ടാതെ പോയിട്ടുണ്ടാവില്ലേ, സ്നേഹിച്ച് സ്വന്തമാക്കി പോയിട്ട് മര്യാദയ്ക്ക് കിട്ടാത്ത ലൈഫ് ഉണ്ടാവില്ലേ, അത് എല്ലാവർക്കും കൂടി ഒരു നല്ല സുഖം. നമുക്ക് കിട്ടാത്തത് നമ്മുടെ സിനിമയിലൂടെ കിട്ടും ആ ഫീല്, അതുപോലത്തെ നല്ലൊരു ഫീല് ഈ ഫീലിംഗ് കിട്ടും. ഇനി നല്ല ഫീലിംഗ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലൂടെ അത് കാണുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നിൽക്കാം. അല്ലെങ്കിൽ ഈ ഫിലിം കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടാത്ത സ്നേഹം ഈ സിനിമയിലൂടെ നിങ്ങൾക്ക് കണ്ടിട്ടെങ്കിലും കിട്ടട്ടെ എന്നൊക്കെ പറയാം. എന്താണ് സ്നേഹം, എന്താണ് മകളോടുള്ള സ്നേഹം, എന്താണ് കമ്മിറ്റ്മെൻറ്റ്, എന്താണ് ഉത്തരവാദിത്വം, എന്താണ് അച്ഛനമ്മമാർ എന്നൊക്കെയുള്ള സ്നേഹം മാത്രമല്ല കേട്ടോ, ഇതെല്ലാം ഉണ്ട്. മകളെ മകൾ ഇപ്പോഴും ജീവിതത്തിൽ എനിക്കൊരു പെൺകുട്ടി ജനിച്ചതും ഞാൻ ചോദിച്ചു വാങ്ങിയ പോലെയാണ്. ഒരു പെൺകുട്ടി വേണമെന്നല്ല, ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് എത്ര കഴിവില്ലെങ്കിൽ പോലും നിങ്ങൾ ആ കുട്ടിയെ അത്ര പോലും നന്നായി നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ നല്ലൊരു പാരൻറ്റിങ് ആവുക, നിങ്ങൾ നല്ലൊരു അച്ഛനാവണം, അതിലേറെ നല്ലൊരു അമ്മയും ആവണം. ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ, നോക്കാൻ അറിയണം. മകളുടെ എത്ര സിറ്റുവേഷൻ, അതായത് ഇതിലേക്ക് കാണിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള സംഭവം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ മകളുടെ കൂടെ കട്ടൊക്കെ നിൽക്കണം. മകളായാലും മകനായാലും നല്ല രീതിയിലേക്ക് അവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം ഉണ്ടാവണം. അവരുടെ വളർച്ചയും ഉയർച്ചയും എല്ലാം നമ്മളപ്പുറം തന്നെ. നമ്മൾ വളരുമ്പോൾ അവരും വളരണം. ഒരു ആണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സാമ്പത്തികമൊന്നുമല്ല, അവൻ്റെ ആ കഴിവുകളാണ് അവനെ ഉയർത്തുന്നത്. അവൻ ആ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ഉയരത്തിലേക്ക് എത്തിയിരിക്കും തീർച്ചയായിട്ടും. അതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൂടുതലായി സിനിമയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും കാണാൻ OTT റിലീസാണ്. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് അറിയില്ല, ഞാൻ ആപ്പ് വഴി കണ്ടതാണ് സിനിമ. OTT-യിൽ ഇറങ്ങിയിട്ടുണ്ട്, ടെലഗ്രാമിലും ഉണ്ടാവാം. ഓക്കെ, OTT-യിൽ എവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ശുഭനിദ്ര. എന്തായാലും നിങ്ങളെല്ലാവരും കാണണം, മിസ് ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പടം ഒന്ന് കാണും, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളൊന്ന് കാണാം. ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് പോവാണ്. ശുഭരാത്രി, ശുഭനിദ്ര.